ഗൈസ്, അപ്പോൾ നമ്മുടെ ഡയസ് ഇറ എന്ന് പറയുന്ന പടത്തിൻ്റെ ടീസറുകളും അതുപോലെ തന്നെ പോസ്റ്ററുകളൊക്കെ ഇപ്പോൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രഹ്മയുഗത്തിന് ശേഷം നമ്മുടെ രാഹുൽ സദാശിവൻ പ്രണവ് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് ചെയ്യുന്ന ഒരു മൂവിയാണ് ഡയസ് ഇറ എന്നുള്ളതാണ് മനസ്സിലായത്. അപ്പോൾ ശരിക്കും രാഹുൽ സദാശിവൻ ശരിക്കും ഞെട്ടിക്കുന്ന ഒരാളാണ്. ഈ ഒരു പടത്തിനെ കുറിച്ചിട്ട് യാതൊരു അപ്ഡേറ്റ്സും ഉണ്ടായിരുന്നില്ല. നമ്മുടെ തുടരും എന്നുള്ള ലാലേട്ടൻ്റെ മൂവി ഇങ്ങനെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു ഡയസ് ഇറ എന്ന് പറഞ്ഞ ഒരു പടത്തിൻ്റെ പാക്കപ്പായി ഞെട്ടാൻ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ മാത്രമേ കണ്ടുള്ളൂ. അപ്പോഴാണ് ഇങ്ങനൊരു പടം അനൗൺസും ചെയ്തിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പടത്തിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നോ ഒന്നുപോലും നമ്മൾ അറിഞ്ഞില്ല. എനിവേ, ഇപ്പോൾ അതിൻ്റെ ടീസറുകളും അതുപോലെ തന്നെ പോസ്റ്ററുകളൊക്കെ വരുമ്പോൾ ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. അതിൻ്റെ ടീസർ കണ്ടാൽ തന്നെ കിഡു ടീസറാണ്. ശരിക്കും ഒരു ഹൊറർ മൂവി, ശരിക്കും ഞങ്ങൾ തിയേറ്ററിൽ ആ ഒരു ഹൊറർ മൂവി എക്സ്പെക്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ആ ഹൊറർ മൂവി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പ്രേക്ഷകരെ എത്തിക്കുന്ന തരത്തിൽ ഉള്ള 2 പോസ്റ്ററുകളും ഒരു ടീസറും ഒക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളൂ. പക്ഷേ വരുമ്പോൾ തന്നെ ആ ഒരു രാഹുൽ സദാശിവൻ ആ ഹൊറർ മൂവിയുടെ എക്സ്പെക്റ്റേഷനിലേക്ക് ആ കാണികൾ എത്തിച്ചു എന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയ വിജയം. ഡയസ് ഇറ എന്നുള്ള ഒരു വേർഡ് ശരിക്കും ഒരു ലാറ്റിൻ വേർഡാണെന്നാണ് മനസ്സിലാവുന്നത്. ശരിക്കും ക്രോധത്തിൻ്റെ ദിനം, ജഡ്ജ്മെൻ്റൽ ഡേ, വിധി ഡേ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്നാണ് മനസ്സിലാവുന്നത്. ശരിക്കും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഡയസ് ഇറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഗ്രിഗോറിയൻ ചാൻറ്റാണ്. ഒരു ഫ്രാൻസിസ്കൻ ഫാദർ എഴുതിയ ഒരു ഗ്രിഗോറിയൻ ചാൻറ്റാണ്. ധീരനായ ആൾക്കാരുടെ മരണത്തിൻ്റെ സമയത്ത് പാടുന്ന ഒരു ഗ്രിഗോറിയൻ ചാൻറ്റാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ അന്ത്യദിനം, അതിൻ്റെ വിധി ഡേയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഗ്രിഗോറിയൻ ചാൻറ്റിൻ്റെ ആയിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡയസ് ഇറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വേർഡ്, അതുപോലെ തന്നെ ഈ ഗ്രിഗോറിയൻ ചാൻറ്റ് പല ഹോളിവുഡ് മൂവികളിലും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ChatGPT അതുപോലെ തന്നെ വിക്കിപീഡിയൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത്. അപ്പോൾ അത് തന്നെ ഈ ഒരു വിധി ഡേ അല്ലെങ്കിൽ അതിൻ്റെ അന്തിമ വിധി, അങ്ങനെയുള്ള ജഡ്ജ്മെൻ്റൽ ഡേയോട് ബന്ധപ്പെടുത്തിയ മൂവികളിൽ, അങ്ങനത്തെ ഹൊറർ മൂവികളിലാണ് ഈ ഒരു ഡയസ് ഇറ എന്നുള്ള വേർഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രിഗോറിയൻ ചാൻറ്റിൻ്റെ വേർഡ് തന്നെ ഈ ഒരു മൂവിയിലേക്ക് രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടർ ഉപയോഗപ്പെടുത്തുമ്പോൾ അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ള ഒരു തീം തന്നെയാണ് ഈ ഒരു മൂവിയിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ശരിക്കും ഇതൊരു വിധേയത്വമുള്ള ആൾ, അല്ലെങ്കിൽ അയാളുടെ പാപത്തിൻ്റെ ഫലം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷയെ ഭയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഈ മൂവി പറയുന്നതെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണത്. ശരിക്കും ഇതിൻ്റെ പോസ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ പോസ്റ്ററിൻ്റെ ചുറ്റിനും ഒരുപാട് ആത്മാക്കൾ, ശരിക്കും ക്രിസ്ത്യൻ ഇതനുസരിച്ചിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പാപം നന്മ ചെയ്തവരും പാപം ചെയ്തവരും നരകത്തിലേക്ക് പോകുന്നവർ നരകാഗ്നിയിൽ കിടന്ന് വെന്ത് നീറും എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അത്തരത്തിൽ ആത്മാക്കളിങ്ങനെ വെന്ത് നീറുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ആത്മാവായിട്ട് നമ്മുടെ പ്രണവിനെയും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ലേഡി ഇരിക്കുന്നുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് ഒരു ചിഹ്നമുണ്ട്, ഒരു അന്തിമവിധിയുടെ ചിഹ്നമുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെയോ ഒരു മനുഷ്യൻ്റെ പാപം, മനുഷ്യൻ്റെ കുറ്റബോധം, അല്ലെങ്കിൽ ഇത് സമൂഹത്തിൻ്റെ പാപം, സമൂഹത്തിൻ്റെ കുറ്റബോധം, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധത്തിൻ്റെ വിധി, അന്തിമ വിധി തീരുമാനിക്കാനുള്ള ഒരു ജഡ്ജ്മെൻ്റൽ ഡേ ആയിരിക്കുമോ ഈ മൂവി എന്നുള്ള ഒരു സംശയം. അതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ സദാശിവൻ്റെ കഴിഞ്ഞ മൂവി ഭ്രമയുഗം എന്നുള്ള മൂവി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു സൈക്കോളജിക്കൽ ഹൊറർ ട്വിസ്റ്റ് വരുന്നുണ്ട്. ശരിക്കും മമ്മൂട്ടി എന്ന കഥാപാത്രം ആദ്യമൊക്കെ നമുക്ക് മനസ്സിലായില്ല അദ്ദേഹമാണ് വില്ലൻ, പക്ഷേ ആ ഒരു ട്വിസ്റ്റിന് ശേഷമാണ് അദ്ദേഹം തന്നെയാണ് അതിലെ ഭീകരസത്വം എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ അതൊരു ട്വിസ്റ്റാണ്. അതുപോലെ തന്നെ ഈ മൂവിയിലും രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടർ, അതുപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ്, വൈനോട്ട് സ്റ്റുഡിയോസ് തുടങ്ങിയ അതേ കമ്പനിക്കാർ, അതേ ടീമാണ് ഈ ഒരു മൂവിയുടെ പുറകിലും വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടീസറിലേക്കൊക്കെ പോകാൻ നേരത്തെ ടീസർ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭീതി ജനിപ്പിക്കുന്ന ഒരു ഇരുണ്ട ബാക്ക്ഗ്രൗണ്ടിലാണ് അതിൻ്റെ ആ ഒരു ടീസർ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ കണ്ണിനെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരുപാട് ഛായാചിത്രങ്ങൾ, ഒരുപാട് ചലച്ചിത്രങ്ങളൊക്കെ ആ ഒരു ടീസറിൽ പെട്ടെന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രണവിൻ്റെ ചില കഥാപാത്രങ്ങൾ, പ്രണവിനാണ് അങ്ങനത്തെ കഥാപാത്രമായിട്ട് കാണിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുന്ന അല്ലെങ്കിൽ കണ്ണുകളിൽ കാണുന്ന ചില അഭിനയം, ചില
ഒരു എക്സ്പ്രഷൻസ് കാണുമ്പോൾ തോന്നുന്നത് ഒരു ആ മനുഷ്യനെ അതിജീവിക്കേണ്ട എന്തോ ഭീകരമായിട്ടുള്ള ഒരു സത്വം ആ ഒരു മൂവിയിലുണ്ട്. അപ്പോൾ അതിനെ പേടിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസ് വരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം അങ്ങനത്തെ ഒരു വിധേയത്വമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം അത്തരത്തിൽ പ്രയാസപ്പെടുന്ന ഒരു ആത്മാവാണ്. ഇപ്പോൾ ഈ നമ്മുടെ ബ്രഹ്മയുഗം എന്നുള്ള സിനിമയിലേക്ക് വരാൻ നേരത്ത് അതിൻ്റെ അകത്തും ഇതുപോലെ തന്നെ ആ ഒരു സിനിമ ശരിക്കും പാരമ്പര്യത്തെയും പുരാണത്തെയും ഹിന്ദു പുരാണത്തെയും ഹിന്ദു തറവാടിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ പടം എടുത്തിരിക്കുന്നത്. ആ പടത്തിലും ഇത്തരത്തിൽ മനോവേദമുള്ള 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. അർജുന അശോകൻ്റെ ക്യാരക്ടറായാലും അതുപോലെ തന്നെ നമ്മുടെ ഭരതൻ്റെ മകൻ്റെ ക്യാരക്ടറായാലും ഒക്കെ ആ ഒരു മനോവേദ ഉള്ള ക്യാരക്ടറാണ്. അപ്പോൾ ആ മനോവേദയെ എന്താണ് അതിൻ്റെ മനോവേദയുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ജഡ്ജ്മെൻ്റാണ്. ഇന്ന സംഭവത്തെ തീർക്കണം, ഇന്ന സംഭവം ഇല്ലാണ്ടാവണം. ആ ഇല്ലാണ്ടായാലാണ് അയാളുടെ മനസ്സിനൊരു ശാന്തി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഭരതൻ്റെ മകൻ അതിനോട്ടിട്ട് തക്കം പാർത്തിരുന്ന് മമ്മൂട്ടിക്കെതിരെ പ്രതികരിക്കുന്നതും. അതുപോലെ തന്നെ മമ്മൂട്ടി എന്ന് പറയുന്നത് ആ ഒരു തറവാട്ടിലെ ഒരു അടിമയെ പോലെയായിരുന്നു. പക്ഷേ പിന്നീട് മനുഷ്യരെ അടിമയാക്കി ജീവിക്കുന്ന അവസ്ഥയിലേക്ക് ആ ഒരു കഥാപാത്രം മാറുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഡയസിറ എന്ന് പറഞ്ഞ മൂവിയിലേക്ക് വരാൻ നേരത്തെ എനിക്ക് തോന്നുന്നത് ഇതൊരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു തറവാടും പാരമ്പര്യവും അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെയോ ആത്മാക്കളുടെ മോചനവും ഒക്കെ ആയിരിക്കാം ഈ ഒരു പടത്തിലും എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ രാഹുൽ സദാശിവൻ എന്ന് പറഞ്ഞ ഡയറക്ടർ എപ്പോഴും ഞെട്ടിക്കുന്ന ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മേക്കിങ് നമ്മൾ ബ്രഹ്മയുഗത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളിലൊക്കെ ഭൂതകാലത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എത്രത്തോളം ക്രിയാത്മകമായിട്ടാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം എന്താണ് ആ പടത്തിൽ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ ഏകദേശം ഒരു ടീസറിലൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. എനിക്ക് തോന്നിയ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രിഗോറിയൻ ചാൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഡയസിറ എന്നുള്ള ഒരു വേർഡ് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു തീം തന്നെയായിരിക്കും ഈ ഒരു മൂവിയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അതും ചിലപ്പോൾ ഇതിനകത്തെ ക്യാരക്ടറിൻ്റെ പാപം, അയാളുടെ കുറ്റബോധം, ആ കുറ്റബോധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ഉണ്ടാവുന്ന ആ മനോവിഷമങ്ങളിൽ നിന്ന് കരകയറാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം, അതുപോലെ തന്നെ അദ്ദേഹം അഭിമുഖീകരിക്കേണ്ട ചില ഭൗമാന്തര ശക്തികൾ, ആ ശക്തികൾക്കെതിരായിട്ടുള്ള പ്രയാണം, അതൊക്കെ ആയിരിക്കാം ഈ മൂവിയിൽ ഉണ്ടാകുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അടിയിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. താങ്ക് യു.